പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം, ഈ വചനത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മയുടെ ഉമ്മലഹൃദയത്തിന് നമ്മെ വചനം കേൾക്കുന്ന എന്നെയും നാം ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ ഉമ്മലഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ കാപ്പയിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാകുന്ന പരിശുദ്ധ അമ്മേ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും കൃപകളും കൊണ്ട് സമൃദ്ധമായി ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളിലേക്കും വചനത്തിൻ്റെ അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകം ആ മക്കളിലേക്ക് നൽകാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. ഇന്നർപ്പിക്കപ്പെടുന്ന, ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലിയിലേക്കും ഇന്നത്തെ ശുശ്രൂഷകളെയും ഞങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ബലിയിൽ നിന്നൊഴുകുന്ന പരിശുദ്ധ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നാം വൃന്ദം മാലാഖമാരെ, മുഖ്യദൂതന്മാരായ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കാവൽ മാലാഖെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറമ്യാ പ്രവചനം 33-ാം അധ്യായം 3-ാം തിരുവചനം. എന്നെ വിളിക്കുക, ഞാൻ മറുപടി നൽകും. നിന്റെ ബുദ്ധിക്കതീതമായ മഹത്വം, നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ഈ വചനം വായിച്ചപ്പോൾ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു വചനമാണിത്. ദൈവം നമ്മൾ ഫോൺ വിളിച്ച് സംസാരിക്കുന്ന പോലെ ഈ വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ സ്വരം നമ്മളൊരു വ്യക്തിയുടെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്, അതേപോലെ തന്നെ ഈശോട് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമ്മോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. വചനത്തിലൂടെയും അല്ലാതെ വെളിപാടിലൂടെയും അനുഭവങ്ങളിലൂടെയൊക്കെ ഈശോ നമുക്ക് വലിയ ബോധ്യങ്ങൾ തരുന്നൊരു വചനമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനമേ, ഈ വചനം മറക്കാതെ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുക, എപ്പോഴും വായിക്കുക, എപ്പോഴും ധ്യാനിക്കുക. കാരണം ഉദാശകളിലൂടെ നമ്മളിലേക്ക് വന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ, ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ, നമ്മുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവ് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ? കാരണം ആത്മാവ് നമ്മളിലുണ്ട്. പരിശുദ്ധാത്മാവ്, സഹായകനായ പരിശുദ്ധാത്മാവ് കൂടെ ഈശോ നമുക്ക് തന്നിട്ട് പോയിട്ടുണ്ട്. കുദാശകളിലൂടെ അത് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം ഒരു തീയായി മാറിയിട്ടുണ്ടോ എൻ്റെ ജീവിതത്തിൽ? ഈ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. അത് വിശുദ്ധിയോട് കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. വിശുദ്ധി ഉള്ളിടത്തെ ഈശോ പ്രസാദിക്കുക, ഈശോ കടന്നു വരികയുള്ളൂ. അപ്പോൾ എൻ്റെ ശരീരം ഈ വിശുദ്ധിയോട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ഈ പരിശുദ്ധാത്മാവെന്ന സഹായകനെ നിങ്ങൾ വിളിക്കുക, പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത്. എപ്പോൾ വിളിച്ചാലും പരിശുദ്ധാത്മാവ് സഹായകനാണ്, കൂടെ ഉണ്ടാവും. പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സഹായകൻ എന്നെ സഹായിക്കാനായി കടന്നു വരുന്നുണ്ടോ? നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞ കാര്യം, വചനം വായിച്ചപ്പോൾ, വചനം പ്രാർത്ഥിച്ചപ്പോൾ, വചനം ധ്യാനിച്ചപ്പോൾ, വചനം വായിക്കുന്നതനുസരിച്ച് ആത്മാവ് കത്താൻ തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ ജ്വലനം ഉണ്ടാകാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് തീയായി മാറാൻ തുടങ്ങി. വചനം എപ്പോൾ വായിക്കാതിരിക്കുമ്പോൾ ആളിക്കത്തുന്ന തീ പതുക്കെ കുറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ബോധ്യമായി, ദൈവവചനം എത്രമാത്രം ആഴത്തോടുകൂടി ദൈവവചനത്തോട് ചേർന്നിരിക്കുമ്പോൾ അത്രമാത്രം പവറായി പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കത്താൻ തുടങ്ങും. അപ്പോൾ നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മൾ പാപത്തിലൂടെ വിശുദ്ധി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ, ദൈവജനമേ, നമ്മൾ ഈശോയുടെ മുമ്പിൽ കുമ്പസാരം നിന്ന് കൂദാശയിലൂടെയാണെങ്കിൽ കൂദാശയിലൂടെ പ്രാർത്ഥിച്ച് വിശുദ്ധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവവചനം നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനായി ദാഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് ശക്തി പ്രാപിക്കുന്നത്. അമ്മയിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു അത്യുന്നത ശക്തി ആവസിച്ചപ്പോഴാണ് അത് നമ്മളിലേക്കും പരിശുദ്ധാത്മാവ് നിറയാനായി, നമ്മളിലുള്ള പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കാനായി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക, എളിമയോട് പ്രാർത്ഥിക്കുക. ദൈവവചനം സ്വീകരിച്ചപ്പോൾ, ദൈവവചനത്തിന് മുമ്പിൽ എന്നെ തന്നെ അടിയറ വെച്ചപ്പോൾ, ദൈവവചനത്തിന് മുമ്പിൽ എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചപ്പോൾ, ദൈവവചനത്തിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല, ആ ദൈവവചനത്തിന് ഞാൻ കീഴ്പ്പെട്ട് ഞാൻ പൂർണ്ണമായും സറണ്ടറായി എന്ന് പറഞ്ഞതുപോലെ ഞാൻ സറണ്ടറായപ്പോൾ ദാനിയേൽ പ്രവാചകനോട് ഇങ്ങനെ പറയുന്നു, അവൻ പറഞ്ഞു, ദാനിയേലേ ഭയപ്പെടേണ്ട, ശരിയായി അറിയുന്നതിന്
നീ നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതൽ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് വചനത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് പൂർണ്ണമായും ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ സറണ്ടർ ആകണം. പൂർണ്ണത വേണം. പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടുകൊടുക്കണം. കാരണം കുറച്ച് മതി, ബാക്കി പല കാര്യങ്ങൾക്ക് നമ്മുടെ ചിന്ത അങ്ങനെ പോകുന്ന ചിന്തകളുണ്ട്. പലപ്പോഴും ഞാൻ ഇത്രയൊക്കെ മതി, ഇത്രയും പ്രാർത്ഥിച്ചാൽ മതി, അത് ഞാൻ മാറ്റില്ല, ഇത് ഞാൻ മാറ്റില്ല. പൂർണ്ണമായും ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കണം. ഞാൻ പൂർണ്ണതായി ബാക്കി ഒന്നും കാണരുത്. ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, വചനം വായിച്ച് പ്രാർത്ഥിക്കുക. ആത്മാവിൻ്റെ ശക്തി നമ്മളിലേക്ക് തീയായി മാറണം. മുമ്പ് ശുശ്രൂഷകളിലൊക്കെ പരിശുദ്ധാത്മാവ് തീയായി മാറിയത് വചനം ഇത്രമാത്രം മക്കളിലേക്ക് കേട്ടപ്പോൾ, വചന മക്കൾ സ്വീകരിക്കാൻ തുടങ്ങിയപ്പോൾ, ഈ ദാനിയേൽ ശരിയായി ഈ ദൈവത്തെ ഈ വചനത്തിന് മുമ്പിൽ ദാനിയേലിൻ്റെ വചനം നമ്മൾ കേട്ടു, ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ ദൈവത്തിന് മുമ്പിൽ എളിമയോട് വിനയത്തോട് ദൈവസന്നിധിയിൽ നിന്ന് നാം പ്രാർത്ഥിക്കണം. അതിന് ഒറ്റ കാര്യമുള്ള വചനത്തോട് ചേർന്നിരുന്ന് നമ്മളെന്നും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എളിമ വേണം, എളിമ വിനയം. ഇത് ദൈവസന്നിധിയിൽ അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരേക്ക് വിരൽ ചൂണ്ടുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്നുണ്ട്. നാം മറ്റുള്ളവരേക്ക് വിരൽ ചൂണ്ടണ്ട, എന്നിലേക്ക് നോക്കിയാൽ മതി. എൻ്റെ കുറവുകൾ, മറ്റുള്ളവരുടെ ബലഹീനതകൾ നമ്മൾ നോക്കണ്ട. എൻ്റെ ബലഹീനതകൾ മനസ്സിലാക്കി, എൻ്റെ കുറവുകൾ മനസ്സിലാക്കി ഞാൻ അത് തിരുത്തുക. മറ്റുള്ളവരെ വിധിക്കാനോ അവരെ കുറ്റപ്പെടുത്താനോ അവരിങ്ങനെ അത് നമ്മൾക്ക് തന്നിട്ടില്ല. ഈശോ നമ്മോട് പറഞ്ഞിട്ടില്ല. അവരെ സ്നേഹിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അവർ തെറ്റുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് പ്രാർത്ഥിക്കുക. കാരണം പ്രാർത്ഥനയുടെ ഒരു തലം എന്ന് പറഞ്ഞാൽ രാത്രിയുടെ യാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നുണ്ട്. ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട് രാത്രിയുടെ യാമങ്ങളിൽ, പല സമയങ്ങളിൽ, പ്രഭാതത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഈശോ നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ എത്ര പേര് നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈശോ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, എത്ര പേര് ഈ പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കുന്നുണ്ട്? പ്രാർത്ഥനയ്ക്ക് നമ്മളിപ്പം ധ്യാന സെൻ്ററിൽ പോയി പ്രാർത്ഥിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്. വ്യക്തിപരമായി നമ്മൾ ഒരു പ്രാർത്ഥന ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിലും, പ്രാർത്ഥിക്കാൻ ഈശോ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, ദൈവത്തിന് മുൻപിൽ അല്പസമയം ഞാൻ ദൈവത്തോട് സംസാരിക്കാനായി സമയം കൊടുക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നു പോകണം. ഈശോ പിതാവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഒരു കാര്യം പോലും ചെയ്യുന്നത്. നമ്മൾ എത്ര പേര് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു കാര്യം ചെയ്യുന്നു? പലപ്പോഴും ചെയ്യുന്നവരുണ്ടാകാം, ഒരുപാട് പേരുണ്ടാകാം. അപ്പോൾ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നതാണ്. ഞാൻ ഈ വചനങ്ങൾ പറയുന്നതെല്ലാം എൻ്റെ അനുഭവത്തിലൂടെ ഈശോ കാണിച്ചു തന്ന ഓരോ കാര്യങ്ങളാണ്. ഈശോ പലപ്പോഴും പല കാര്യങ്ങളിൽ ഞാൻ പതറുമ്പോഴും ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ അനുഭവത്തിലൂടെ തരും. ഞാൻ പറഞ്ഞു എനിക്കൊരു അനുഭവം വേണമെന്ന് പറഞ്ഞാൽ അനുഭവത്തിലൂടെ ഈശോ എന്നോട് സംസാരിക്കും. കാരണം അനുഭവങ്ങൾ ഒരുപാട് ജീവിതത്തിൽ തന്നിട്ടുണ്ട്. എനിക്ക് ഒരു ബോധ്യമില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ജോയ്ക്കുട്ടി ബ്രദറിനോടൊപ്പം അന്ന് ബ്രദറിനോട് ഞാൻ ചോദിച്ചു, ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ധ്യാനത്തിന് ബ്രദറിനോടെ വരുന്നു, ശുശ്രൂഷകൾ ചെയ്യുന്നു, ആടിപ്പാടി പോകുന്നു, പക്ഷേ എനിക്കൊരു അന്നേരം കിട്ടുന്നൊരു സന്തോഷമേ ഉള്ളൂ. അന്നേരം കിട്ടുന്ന ഒരു സന്തോഷമുള്ളൂ. എനിക്കൊരു അനുഭവമില്ല. എനിക്ക് അത് കഴിയുമ്പോൾ, ആ ശുശ്രൂഷ കഴിഞ്ഞ് മാറുമ്പോൾ ഞാൻ പഴയ അവസ്ഥയിലേക്ക് പോകുന്നു. എന്താണ് ബ്രദറെ, എന്താണിത്, എന്താണ്? അപ്പോൾ ബ്രദറിനോട് പറഞ്ഞു, മകനെ നീ പ്രാർത്ഥിക്കണം. ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. രഹസ്യത്തിൽ നിൻ്റെ പിതാവിനോട് നീ പ്രാർത്ഥിക്കണം. യാത്രയുടെ യാമങ്ങളിൽ നിനക്ക് സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കണം. സമയം കിട്ടുമ്പോഴൊക്കെ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഈശോയോട് ചോദിക്കണം. ഈശോ നിന്നോട് പറയും. ഞാനല്ലാതെ ഒന്നും പറയില്ല. ഈശോ നിന്നോട് പറയും, അനുഭവങ്ങൾ തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 23 വർഷങ്ങൾക്ക് ശേഷം ഈശോ തന്ന ഒരു അനുഭവം, 23 വർഷങ്ങൾക്ക് ശേഷം ഈശോയോട് ചോദിച്ച് പ്രാർത്ഥിച്ച് ബ്രദർ അന്ന് തന്ന, ബ്രദറിലൂടെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അത് സ്വീകരിച്ചപ്പോൾ ഈശോയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഈശോ എന്നെ ഒരുക്കിയപ്പോഴും ഞാൻ ബ്രദർ പറഞ്ഞ ഈ വാക്കുകളാണ് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത്. അപ്പോഴിങ്ങനെ കത്തുന്ന പോലെ, അനുഭവം നിനക്ക് വേണോ? ദൈവസന്നിധിയിൽ നിന്ന് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ തനിച്ചിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ഇവിടെ നിന്നുകൊണ്ട്, ഈ ഡിവൈൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ഈ വചനം എടുത്ത് പറയാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചത്. അനേകം മക്കൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട ജോയ്ക്കുട്ടി ബ്രദർ എനിക്ക് അന്ന് പരിശുദ്ധാത്മാവിനാൽ തന്ന മെസ്സേജ് ഞാനത് സ്വീകരിച്ചപ്പോഴാണ്.
നമ്മൾക്കൊക്കെ ഒരുപാട് പേര് മെസ്സേജ് തരുന്നുണ്ട്. ഒരുപാട് ശുശ്രൂഷകർ നമ്മൾ ധ്യാനം കൂടുമ്പോഴും പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും ബഹുമാനപ്പെട്ട വൈദികരിലൂടെയാകാം, സിസ്റ്റേഴ്സിലൂടെയാകാം, പിന്നെ അതേപോലെ കൗൺസിലേഴ്സിലൂടെയാകാം, അതേപോലെ ഒരുപാട് അൽമായ ശുശ്രൂഷകരിലൂടെയാകാം. നമ്മുടെ എത്ര പേർ അത് സ്വീകരിക്കുന്നുണ്ട്? ഇത് പരിശുദ്ധാത്മാവ് എന്നോട് തരുന്ന ഒരു മെസ്സേജാണ്. നമ്മൾ എത്ര പേർ സ്വീകരിക്കുന്നുണ്ട്? ചിലവർ ഇതുവഴി കേൾക്കും, ഇതുവഴി കളയും. ചിലവർ അത് സ്വീകരിക്കും, ഇത് ഇന്ന ആൾ പറഞ്ഞതല്ലേ, അതങ്ങ് കളയും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലൂടെ നമുക്ക് തരുന്നൊരു മെസ്സേജ് ഞാൻ ഹൃദയത്തിൽ അത് സ്വീകരിക്കുമ്പോൾ, ഉറപ്പിച്ചോ, ഞാൻ സ്വീകരിച്ചത് ഏറ്റെടുക്കുമ്പോൾ, ദൈവം പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു ശക്തി, ഒരു അഗ്നി, ഒരു തീ നിന്നിലേക്ക് ആ മെസ്സേജിലൂടെ തരും. അത് സ്വീകരിക്കുന്ന നിമിഷം മുതൽ നീ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. നിൻ്റെ ജീവിതത്തിൽ മാറാൻ തുടങ്ങും. നിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. അത് അനുഭവിച്ചിരുന്ന വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറയുക, ഇത് യേശു എനിക്ക് ചെയ്തു തരും. ഈ വചനം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികളിലൂടെ ദൈവത്തിൻ്റെ വചനം എനിക്ക് തന്നപ്പോൾ ഞാനത് ഹൃദയത്തിൽ സ്വീകരിച്ചത്, ഞാനത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോഴാണ് അതൊരു അനുഗ്രഹമായി മാറുന്നത്. പലപ്പോഴും വിശ്വാസം, ആടിയുലയുന്ന വിശ്വാസമാണോ എൻ്റെ വിശ്വാസം? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഒരു വിശ്വാസമോ പ്രാർത്ഥനയാണോ എൻ്റെ പ്രാർത്ഥന എന്ന് വിശ്വാസം എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഓടി നടക്കുന്നത് ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി. അത് നമ്മളുടെ ഭൗതികമായ ഒരുപാട് ആവശ്യങ്ങൾ നമുക്കുണ്ട്. ഓക്കെ, അത് ഈശോയ്ക്കും അറിയാം. മാനുഷികമായി നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, അത് ഈശോയ്ക്ക് അറിയാം. എൻ്റെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ഈശോയ്ക്ക് അറിയാം. ഈശോയ്ക്ക് അറിയാതെ മറ്റൊരു പ്രശ്നം എൻ്റെ ജീവിതത്തിലില്ല. അപ്പോൾ ഞാനത് ഈശോയ്ക്ക് അറിയാമെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഈശോ ഏറ്റെടുത്തുകൊള്ളും. പക്ഷെ നമ്മൾ ഓടുന്നത് നമ്മളുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പേര് ഓടുന്നവരുണ്ട്. ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ അവിടെ ഓടിച്ചിട്ട് പറയുന്നതാണ്, ഇത്രയും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ബ്രദറെ പ്രാർത്ഥിക്കണം, ഇത്രയും കാര്യങ്ങൾ ലിസ്റ്റ് എഴുതി ഇങ്ങനെ തന്നേക്കുവാണ്. ഇത്രയും ഞാൻ പറയുന്നത്, നമുക്ക് പ്രാർത്ഥന നിയമങ്ങളുണ്ട്, ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് സമർപ്പിക്കാം, മധ്യസ്ഥ പ്രാർത്ഥനയിലൊക്കെ സമർപ്പിക്കാം. പക്ഷേ നമ്മുടെ വിശ്വാസം, നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യം ഒരു സാധ്യത്തിന് വേണ്ടിയുള്ള ഒരു ആളല്ല ഈശോ. ദൈവം നമ്മെ സ്നേഹിക്കുന്ന, പരിപാലിക്കുന്ന, ചങ്കോട് നേർത്ത് നിർത്തി ചോദിച്ചാൽ ഉടനെ നിന്നോട് തിരിച്ചുത്തരം തരുന്ന ഈശോ. എൻ്റെ സിസ്റ്ററുണ്ട്, ഗ്രേസ് എന്ന് പറഞ്ഞ് ദുബായിലുണ്ട്. ആ സിസ്റ്ററോട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് യാത്രയുടെ യാമങ്ങളിൽ 3 മണിക്ക് ദുബായിലെ ടൈമിൽ എഴുന്നേറ്റിരുന്ന് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനന്ന് പറഞ്ഞു, നമുക്ക് യാത്രയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കണം, ഈശോ സംസാരിക്കും. യാത്രയുടെ യാമങ്ങളിൽ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ യാത്രയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചു ഈശോയുടെ സ്വരം അവൾ കേൾക്കാൻ തുടങ്ങി. ആ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയായി ജ്വലിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട നന്ദിനിസ്റ്റിനെ അറിയാം, നന്ദിനിസ്റ്റിനോട് സംസാരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരുപാട് ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള വലിയൊരു ബൈബിൾ ക്ലാസ്സിനെ ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട വൈദികരുണ്ട്, അതിൽ സിസ്റ്റേഴ്സുണ്ട്, അൽമായ ശുശ്രൂഷകരുണ്ട്, അല്ലാതെ ജോലി ചെയ്യുന്നവരുണ്ട്. ഇവരെ നയിക്കാനും ഇവർക്ക് വേണ്ടി വചനത്തെ പറഞ്ഞു നൽകാനും ഈശോ ആ യാത്രകളുടെ യാമകളിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരുക്കി. ഞാനത് പറഞ്ഞപ്പോൾ അത് ഹൃദയത്തിൽ അവൾ സ്വീകരിച്ചു, വിശ്വാസത്തോടെ ഏറ്റെടുത്തു. എൻ്റെ ഈശോ ഈ തരുന്ന മെസ്സേജ്, ഈ വ്യക്തിയിലൂടെ എന്നോട് പറഞ്ഞ മെസ്സേജ് സ്വീകരിച്ച് തുടങ്ങി. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി, ഒരു അഗ്നിയായി മാറി. ഞാൻ തന്നെ അതിശയിച്ചു പോയി. ഞാൻ ഈശോയോട് പറഞ്ഞു, ദൈവമേ, ഇത് എന്തുമാത്രം സത്യമാണിതിൽ, ഈ പ്രാർത്ഥനയിൽ. കാരണം യാത്രയുടെ യാമങ്ങളിൽ ഈശോ ഞാൻ റെഡിയാകുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടി റെഡിയായി ഈശോതായിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമയും പറഞ്ഞോ, ഏറ്റെടുത്തോ. കാരണം ഇത് കാണുന്ന, കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് വെറും ഒരു കെട്ടുകഥയല്ല പറഞ്ഞത്. വിശ്വാസത്തോടെ നിങ്ങൾ ഏറ്റെടുത്തോ. കാരണം നമ്മുടെ ഈശോ അത്രയ്ക്ക് സ്നേഹിക്കുന്ന ഈശോ ആണ്, നമ്മെ ചേർത്ത് പിടിക്കുന്ന ഈശോ. കാരണം 3 മണിക്കുള്ള പ്രാർത്ഥനയിൽ വെളുപ്പിന് നമ്മൾ ടയേർഡാണ് കിടന്നാണെങ്കിലും ആ ടൈമിൽ നമ്മളെ എഴുന്നേൽപ്പിക്കും ഈശോ. ആ ടൈമിൽ നമ്മളവിടെ പോയി ഇരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങോട്ട് ഈശോ നമുക്ക് മുമ്പേ അവിടെ റെഡിയാണ്. ഒരുപാട് ബോധ്യങ്ങൾ തരും. നാളെ എന്ത് ചെയ്യണം, ആ കാര്യങ്ങളെ എങ്ങനെ അതിജീവിക്കണം, ഇതിനുള്ള ഉത്തരം ഈശോ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് സംസാരിക്കുന്നത് ഈ പ്രാർത്ഥനയിലൂടെയാണ്. പലപ്പോഴും നമ്മുടെ ഈ പ്രാർത്ഥിക്കാനും നമുക്ക് സമയം കണ്ടെത്താറില്ല. നമ്മളൊരു ആവശ്യം, നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് വേണം, അത് സാധിക്കണം. പക്ഷെ അതിനു വേണ്ടിയാണോ ഓട്ടം? എൻ്റെ ഓട്ടം ഈ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാണോ? ഈശോയോട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയുന്നത്, ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാണോ എന്നെ ഇത്രയും ഈശോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഓർത്തോ, നമ്മൾക്കൊരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, അത് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ
ഇപ്പോൾ ഇത്ര നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഇത്ര വിശുദ്ധന്മാരുടെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുക, ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക, ഇതൊക്കെ പ്രാർത്ഥിക്കണം, വിശുദ്ധന്മാരോട് ചേർന്ന് മധ്യസ്ഥ പിടിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പോഴും ഒന്നാം സ്ഥാനം കൊടുക്കേണ്ട ഈശോയിൽ നിന്ന് മുഖം മാറ്റിയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുമോ? നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ ആത്മപരിശോധന ചെയ്യുക. കാരണം വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കുക, മറ്റെല്ലാ പ്രാർത്ഥനകളും നമുക്ക് നല്ലതാണ്, പ്രാർത്ഥന എല്ലാം നല്ലതാണ്. പക്ഷേ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈശോയ്ക്കാണ്. ഫോക്കസ് മൊത്തം ഈശോയിലാണ്. ഈശോ കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്ത് നമ്മുടെ ജീവിതത്തിൽ. ആ ഈശോ എന്നോട് സംസാരിക്കും. എനിക്കൊരു കാര്യസാധ്യത്തിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആ കാര്യസാധ്യം വേണ്ട. എന്നെ ഞാൻ ഈശോയ്ക്ക് സമർപ്പിച്ച് കഴിയുമ്പോൾ, ഈശോയിലേക്ക് ഞാൻ ആയി കഴിയുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ എന്താണ് ആവശ്യം, എൻ്റെ ജീവിതത്തിൽ എന്തെൻ്റെ പോരായ്മ കുറവാണുള്ളത് എന്ന് എൻ്റെ ഈശോയ്ക്കറിയാം. ഞാൻ അറിയുന്നതിന് മുമ്പേ, ഞാനത് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് വേണ്ടി എല്ലാം ക്രമപ്പെടുത്തി വയ്ക്കും ഈശോ. കാരണം ഞാൻ ഈശോരായി കഴിയുമ്പോൾ എൻ്റെ പ്രശ്നങ്ങളെ, ഏത് പ്രശ്നങ്ങളാണോ അതിനെ അതിജീവിക്കാനോ അതിനെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം, ഞാൻ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഈശോ അത് ക്രമപ്പെടുത്തും. അത് ഞാൻ ഈശോയിലേക്ക്, ഞാനൊരു കാര്യസാധ്യത്തിന് വേണ്ടി ഈശോയോട് പ്രാർത്ഥിച്ചതല്ല, ഞാൻ ഈശോയെ ഒരു ഉപകരണമാക്കി എടുത്തതല്ല എൻ്റെ ഒരു കാര്യം ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവജനമേ, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവവചനം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ ഈശോ നടത്തിയതാണ്. കാരണം ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ആത്മഹത്യ ചെയ്യാനായിട്ട് പോയൊരു വ്യക്തിയാണ്. മരണം എൻ്റെ മുൻപിൽ കണ്ടുകൊണ്ട് ആരോടും പറയാതെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നിടത്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്നെ നാശത്തിലേക്ക് വിടാനുള്ള പദ്ധതിയല്ല ദൈവത്തിന് എന്നെക്കുറിച്ച് വ്യക്തമായൊരു പദ്ധതി ഉണ്ടായിരുന്നു. കാരണം നീണ്ട 23-24 വർഷത്തോളം ആകുമ്പോൾ, 22-23 വർഷമായി, ഈ 24 വർഷത്തോളം ആകുമ്പോൾ അന്ന് ബഹുമാനപ്പെട്ട ബ്രദറും നന്ദി സിസ്റ്ററിലൂടെയൊക്കെ എന്നെ ചേർത്ത് പിടിച്ച് നിർത്തിയപ്പോൾ ഇന്നും എനിക്ക് നിലനിൽക്കാൻ കഴിയുന്നത് ആ ദൈവം എന്നോട് കാണിച്ച കാരണം എന്തുമാത്രം വലുതാണെന്നുള്ളതാണ്. അപ്പോൾ അന്നേ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഞാൻ നശിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ ലോകത്തിലെ ഒരു ക്രിമിനൽ കേസിലോ അല്ലെങ്കിൽ മറ്റൊരു കേസിലോ ഏതെങ്കിലും രീതിയിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്. കാരണം യേശു ഇത്രയും ജീവനുള്ള ദൈവമാണെന്ന് നിങ്ങളുടെ മുമ്പിൽ തർപ്പിച്ച് പറയാനും, നിങ്ങളുടെ മുമ്പിൽ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് എവിടെയും ഞാൻ എഴുന്നേറ്റെന്ന് പറയാൻ എനിക്ക് ബോധം തരുന്നത്, ഞാനൊരു കത്തോലിക്ക വിശ്വാസത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ്, ഒരു എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുത്തൊരു വ്യക്തിയാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പും ഞാൻ യഥാർത്ഥ ദൈവത്തിനെ കണ്ടെത്താൻ വേണ്ടി, ദൈവസ്നേഹം, രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവം, ആ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി അന്യ ദൈവങ്ങളുടെ പുറകെ പോയിട്ടുണ്ട്. അന്യ ദൈവങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് അവരുടെ കൂടെ നടന്നിട്ടുണ്ട്. അവിടെയൊന്നും ഞാൻ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെ കണ്ടെത്തിയില്ല. അപ്പോഴും എന്നെ സ്നേഹിക്കുന്ന, എന്നെ രക്ഷിക്കാൻ കഴിവുള്ളൊരു ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നെ അപ്പോഴും കൈവിട്ടില്ല. ഞാൻ അവിടുന്ന് പോയിട്ട് രക്ഷ കണ്ടെത്താതെ നിരാശയിലേക്ക് തകർന്ന് ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോഴാണ്, അവിടുന്നാണ് ഈശോ വീണ്ടും എന്നെ കൈപിടിച്ച് യഥാർത്ഥ രക്ഷ എവിടെയാണെന്ന് എൻ്റെ ജീവിതത്തിൽ എന്നെ പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ ജീവിത അനുഭവത്തിലൂടെ ഒരുപാട് ഈശോ എന്നെ പഠിപ്പിച്ചത് കൊണ്ടാണ് ഇത്രയും ഉറപ്പിച്ച് വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം നമുക്ക് മസ്റ്റാണ്. നമുക്ക് ഈ ഒരു കാര്യം ലഭിച്ചാലും ഇല്ലെങ്കിലും എൻ്റെ ദൈവത്തിന് എനിക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന് എൻ്റെ വിശ്വാസം, അത് എൻ്റെ ദൈവത്തിനെ ചെയ്തു തരാൻ കഴിവുള്ളൂ എന്നെൻ്റെ വിശ്വാസം, ആ വിശ്വാസം എനിക്കുണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, പ്രാർത്ഥനയുടെ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് കടന്നു പോകുമ്പോൾ, നമ്മൾ ആഴമായി യേശുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് പേര് പ്രാർത്ഥന ചോദിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പറയുന്നൊരു കാര്യമാണ്, യേശു ഇത് ചെയ്തു തന്നു കഴിഞ്ഞു. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന് ചെയ്തു തരാൻ കഴിവുണ്ട്. നമ്മളൊരിക്കലും അവിടെ ഇവിടെ ഇങ്ങനെ ചിന്തിക്കരുത്, നടക്കുമോ നടക്കില്ലെന്ന് ചിന്തിക്കരുത്. നടക്കും. ഈശോയുടെ മുമ്പിൽ ഒരു കാര്യം സമർപ്പിച്ചാൽ, പ്രാർത്ഥിച്ചാൽ. കാരണം പലപ്പോഴും എന്നോട് പറയുന്നുണ്ട്, പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക, സമയം കിട്ടുമ്പോഴൊക്കെ ദേവാലയത്തിൽ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ ഈശോയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിസ്സാരം, നമ്മുടെ അന്നേരം കിട്ടുമോയെന്ന് പ്രതീക്ഷിച്ചല്ല, നമ്മൾ വെറുതെ പറയുന്നതായിരിക്കാം. അപ്പോൾ വെറുതെ പറയുമ്പോൾ നമ്മൾ ഇതേപോലെ, ഇപ്പം നന്ദിനി സിസ്റ്റർ ഇന്നലെ എന്നെ വിളിച്ചു, ഒരു 30 ദിവസം ഞാൻ സമയം വെച്ചു, പള്ളിയിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ 30 ദിവസം കഴിയുമ്പോൾ എന്താണ് ഈശോ ഈ മെസ്സേജ് ഈശോ തരുന്നത്? 30ാമത്തെ ദിവസം നന്ദിനി സിസ്റ്റർ ഇന്നലെ വിളിച്ചു, ഇവിടെ വരണം. കാരണം അത് ഞാൻ പള്ളിയിലിരുന്ന് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലിരുന്ന് വെറുതെ മനസ്സിലൂടെ ഇങ്ങനെ തോന്നൽ വരുമ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയും ഈശോയെ. അപ്പോൾ ഈശോ അതെല്ലാം കേൾക്കുന്നുണ്ടെന്ന് എനിക്ക്
ഉറച്ച ബോധ്യം. നമ്മൾ വെറുതെ പറയുന്ന പോലും ഈശോ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഒരു പ്രാർത്ഥന പോലും, നമ്മൾ പറയുന്ന ഒരു വാക്ക് പോലും വെറുതെ ആകില്ല. പക്ഷേ നീ വിശ്വാസത്തോട് ഈശോയുടെ മുമ്പിൽ പറഞ്ഞാൽ, വിശ്വാസം ആടി ഉലയാതെ ഉള്ള ഉറച്ച വിശ്വാസമാണെങ്കിൽ, ആ വിശ്വാസത്തോട് ചോദിക്കുന്നത് എന്തും ഈശോ നിനക്ക് തരും. ആ ലഭിക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. പലപ്പോഴും നമുക്ക് ലഭിച്ച ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നമ്മൾ ചോദിച്ചു, ഈശോ തന്നു. അപ്പോൾ പിന്നെ നമ്മുടെ പ്രാർത്ഥനയില്ല, പ്രാർത്ഥനാ ജീവിതവും ഇല്ല. നമ്മൾ, ഈശോ പറയുന്നത്, ഒരു കാര്യം ദൈവസന്നിധിയിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നന്ദിയുള്ള മകനായി, അല്ലെങ്കിൽ കഷ്ടപ്പാടാണെങ്കിലും ദുരിതങ്ങളാണെങ്കിലും രോഗങ്ങളാണെങ്കിലും ഇതിനെക്കുറിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ. അത് പലപ്പോഴും ബഹുമാനപ്പെട്ട വൈദികരിലൂടെ എനിക്ക് തരുന്ന ഒരു വലിയൊരു മെസ്സേജാണ്. എന്ത് പ്രശ്നം വന്നാലും അത് ഈശോയ്ക്ക് അറിയാം. ഈശോ അറിഞ്ഞാണ് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത്. ഈശോ അറിയാതെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഈശോയെ, സഹനമാണോ നന്ദിയോടെ ഏറ്റെടുക്കുക, രോഗമാണോ നന്ദിയോടെ ഏറ്റെടുക്കുക. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് അന്തരീക്ഷനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ട്രീറ്റ്മെൻറ്റിലാണ്, കാരണം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ശുശ്രൂഷ 2 മാസത്തേക്ക് ഞാൻ ചെയ്തില്ല, ശുശ്രൂഷ ചെയ്യാതെ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു, ഈ 2 ആഴ്ച നിന്ന് പ്രാർത്ഥിക്കും, ഈ 2 ആഴ്ച പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ റെസ്റ്റ് ഇല്ലാത്ത തൊണ്ടയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അതിങ്ങനെ മനസ്സിലൊരു പ്രചോദനം പരിശുദ്ധാത്മാവ് തരുമ്പോൾ ഞാനത് പ്രാർത്ഥിക്കാനായിട്ട് സ്വീകരിച്ചു. ഈശോ പറയുന്നതല്ലേ, അപ്പോൾ പൂർണ്ണമായി വിട്ടുകൊടുത്തു. ആ രോഗത്തെ മുഴുവൻ ഈശോ തന്ന അനുഗ്രഹമാക്കി മാറ്റാൻ, ഈശോയുടെ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ രോഗത്തെ മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ചു. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് തന്ന ഈ രോഗത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഈ രോഗത്തെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ സഹനം എനിക്ക് പരിശുദ്ധാത്മാവ് അനുവദിച്ചത് വലിയ ശുശ്രൂഷകളിലേക്കാണ്. മുൻപോട്ട് 3-4 ശുശ്രൂഷകൾ, ഇപ്പോൾ അടുത്ത ബേദലഹേം TV-യിൽ വേറെ 3-4 പ്രോഗ്രാംസ്, ഒരു ശുശ്രൂഷ, വലിയ ശുശ്രൂഷകളിലേക്ക് ഈ സഹനത്തിലൂടെ പ്രാർത്ഥിച്ചൊരുക്കാനായിട്ട് ഈശോ എനിക്ക് തന്നതായിരുന്നു ഈ രോഗം. ഞാൻ രോഗത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ രോഗങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെ, അകൽച്ചയിലൂടെ, തടസ്സങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും. അപ്പോൾ രോഗമുള്ളവർ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഈ ഒരു മേഖലയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ ഈശോയെ, ഒരിക്കൽ കൂടി ദൈവവചനം കേൾക്കാനും ഈ ദൈവവചനത്തോട് ആലോചന ചോദിച്ച് ജീവിക്കുവാനും, പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ എൻ്റെ ശരീരത്തെ വിശുദ്ധിയോട് കാത്തു സൂക്ഷിക്കുവാനും, പരിശുദ്ധാത്മാവിൻ്റെ സഹായകനെ എന്നും വിളിച്ച് പ്രാർത്ഥിച്ച്, കർത്താവെ, എന്നെ വ്യക്തിപരമായി ഞാൻ കുറച്ച് നേരം എൻ്റെ ഈശോയോട് സംസാരിച്ച്, ഈശോയുടെ ആലോചന ചോദിച്ച് ഇനിയുള്ള എൻ്റെ ജീവിതം മുൻപോട്ട് പോകുവാനും എന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉപകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ മലഹൃദയത്തിൽ ഒരിക്കൽ കൂടി നമ്മളെ സമർപ്പിച്ചുകൊണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.